അതുകൊണ്ട് വയനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ CPM സംഘടനാ പ്രശ്നങ്ങളിൽ വീണ്ടും നടപടിയുണ്ടായിരിക്കുകയാണ്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് AV ജയൻ അടക്കം 4 പേരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. AKS ജില്ലാ സെക്രട്ടറി AN പ്രസാദ്, കേണിച്ചിറ ലോക്കൽ സെക്രട്ടറി ജിഷ്ണു ഷാജി, പൂതാടി LC സെക്രട്ടറി PK മോഹനൻ എന്നിവരെയാണ് തരം താഴ്ത്തിയത്. AV ജയനെ നേരത്തെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ഇതിനെതിരായി മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം നടത്തിയതിലാണ് പുതിയ നടപടിയുണ്ടായിരിക്കുന്നത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. ഫൈസൽ, വീണ്ടും AV ജയനെതിരെയൊക്കെ നേരത്തെ ഉണ്ടായ നടപടിയാണ്, അതിനുശേഷം വീണ്ടും ഒരു നടപടിയിലേക്ക് കടക്കാൻ തക്ക സാഹചര്യം എന്തായിരുന്നു? എന്താണ് നിലവിലെ അവസ്ഥ? വയനാട്ടിലെ CPM-ന്റെ സംഘടനാ പ്രശ്നങ്ങളിൽ കൂടുതൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഈ AV ജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാമ്പത്തിക ക്രമക്കേട് പാർട്ടിയിൽ ആരോപണമായി ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് ആദ്യഘട്ടത്തിൽ തരം താഴ്ത്തുന്നത്. എന്നാൽ ആ സമയത്ത് വലിയ തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ നേതൃസ്ഥാനത്തിലെടുക്കുന്ന ആളുകൾക്കടക്കം ഉണ്ടായിരുന്നു. ഇത് പരസ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതിനെ പരസ്യമായി വിമർശിച്ചതും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു നടപടിക്കെതിരെ പരസ്യമായി പ്രസ്താവനകൾ ഉന്നയിച്ചതുമാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘടനാ നടപടികളിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും വീണ്ടും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് ഇവരെ തരം താഴ്ത്തിയിരിക്കുന്നത്. അത് ഈ പരസ്യ പ്രസ്താവനയുടെ പേരിലാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് AV ജയൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ വീണ്ടും സംഘടനാ നടപടി വന്നിരിക്കുന്നത്. AKS ജില്ലാ സെക്രട്ടറി AN പ്രസാദ്, കേണിച്ചിറ ലോക്കൽ സെക്രട്ടറി ജിഷ്ണു ഷാജി, പൂതാടി LC സെക്രട്ടറി PK മോഹനൻ എന്നിവരെയാണ് ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നത്. ഇനിയൊരു പരസ്യ പ്രസ്താവന ഉണ്ടാവരുത് എന്നുള്ള ഒരു താക്കീതും ആ പാർട്ടി നൽകിയിട്ടുണ്ട്. നേതാക്കളുമായി ബന്ധപ്പെട്ട് നേതാക്കളോട് ബന്ധപ്പെടുമ്പോൾ അവർ ഇനി ഒരു പരസ്യ പ്രസ്താവനത്തിന് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അറിയിക്കുന്നത്. എന്തായാലും സംഘടന പാർട്ടി തലത്തിലുള്ള സംഘടനാ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണ്. അണികൾക്കൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഭാഗീയത വളരെ രൂക്ഷമായിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. ഈ AV ജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുമ്പോഴും അത് പൂർണ്ണമായും അതിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘടനാ നടപടി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയതിന് നമ്മൾ